എല്ലാവർക്കും നമസ്കാരം. 2026 SLC എക്സാമിന്റെ എല്ലാ വിഷയങ്ങളുടെയും വെയിറ്റേജ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാണാത്തതെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കണ്ട് ഓരോ ചാപ്റ്ററിന്റെയും വെയിറ്റേജ് മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുക കേട്ടോ. ഓരോ സബ്ജക്റ്റിന്റെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യമേ മാത്സ് ആണ്, മലയാളം മീഡിയത്തിന്റെയും കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷ് മീഡിയത്തിന്റെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് നോക്കുക, വെയിറ്റേജ് 7 ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ജോമെട്രി ആൻഡ് ആൾജിബ്ര 8 വെയിറ്റേജ്. അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര 8 ഉണ്ട് വെയിറ്റേജ്. പിന്നെ ട്രിഗ്നോമെട്രി കണ്ടോ, ഇതിനൊക്കെ വെയിറ്റേജ് കൂടുതലാണ്, 8. പിന്നെ 7 വെയിറ്റേജ് ഒക്കെ ഉള്ളതുണ്ട്. സർക്കിൾസും ആംഗിൾസും ടാൻജൻസ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമ്മൾ പഠിക്കുമ്പോൾ തന്നെ പറയുന്ന കാര്യമാണ്, കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സെക്ഷൻസിനെ കുറിച്ചൊക്കെ. അപ്പം അതിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ. എങ്കിൽ മാത്രമുള്ളത് കൂടുതൽ അതിലുള്ള ക്വസ്റ്റ്യൻസുള്ള ഈ കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾ കൂടുതലും ചെയ്ത് നോക്കി പഠിക്കുക. ദെൻ അടുത്ത ഫിസിക്സിന്റെ ആണ്. ഫിസിക്സിന് നമ്മൾ ഓൾറെഡി ഒരു വെയിറ്റേജ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. സൗണ്ട് വേവിന് ഇതാ നോക്കുക. സൗണ്ട് വേവ് എന്ന് പറയുമ്പോൾ 6 അതിന്റെ വെയിറ്റേജ്. പിന്നെ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് ദ വിഷൻ 6. മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് അതിനും 6. ഇലക്ട്രിക് എനർജി കൺസെപ്ഷൻ ആൻഡ് കൺസർവേഷൻ 6. ദെൻ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഡെയിലി ലൈഫ് 6 വെയിറ്റേജ് വരുന്നത്. നമ്മൾ ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണല്ലേ, ഈ എല്ലാ ചാപ്റ്ററും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചാപ്റ്ററാണ്, നമുക്ക് ഹയർ ക്ലാസ്സുകളിലേക്കൊക്കെ ആവശ്യമുള്ള ചാപ്റ്റർ. അതുകൊണ്ട് തന്നെ അതിന് നല്ല വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ ആ പ്രാധാന്യത്തോടു കൂടി പഠിക്കുക, പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. ഇനി കെമിസ്ട്രിയുടെ പറയുവാണെന്നുണ്ടെങ്കിൽ ഇതാ കെമിസ്ട്രിയുടെ നോക്കുക കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ നോമൻക്ലേച്ചർ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ഇതാ അതിന്റെ വെയിറ്റേജ് നോക്കുക, 6 ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. പിന്നെ പീരിയോഡിക് ടേബിൾ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ പറയുന്ന കാര്യമാണ്, പീരിയോഡിക് ടേബിളിന്റെ വെയിറ്റേജ് 6. ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് അതിനും 6 വെയിറ്റേജ് വരുന്നത്. അതുപോലെ തന്നെ സം കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് കേട്ടോ, അതിനൊക്കെ വെയിറ്റേജ് നല്ലപോലെ ഉള്ളതാണ്. അപ്പോൾ 7ാമത്തെ ചാപ്റ്റർ ലാസ്റ്റ് ചാപ്റ്റർ ആണ്, പക്ഷെ അതിനാണ് കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പഠിക്കുക കേട്ടോ. അതുപോലെ തന്നെ മറ്റ് ചാപ്റ്റേഴ്സും വെയിറ്റേജ് കുറവാണെന്ന് വിചാരിച്ച്, കുറവെന്ന് വെച്ചാൽ തീരെ കുറവൊന്നുമല്ല, പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് ബയോളജിയാണ്. പാത്ത് ഓഫ് റെവല്യൂഷൻ കണ്ടല്ലേ, 8 വെയിറ്റേജ്. ബിഹൈൻഡ് സെൻസേഷൻ 7 ഹീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസംസ് 7. ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ കണ്ടല്ലോ, 7 വെയിറ്റേജ് വരുന്നത്. അപ്പം അത് പഠിക്കുക കേട്ടോ. മറ്റേ ജെനറ്റിക്സ് ഓഫ് ലൈഫിന്റെ വെയിറ്റേജ് 6. അത് അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കുക. ദെൻ സോഷ്യൽ വരുവാണെന്നുണ്ടെങ്കിൽ സോഷ്യലിൽ നമുക്കറിയാം, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം എത്ര ചാപ്റ്റർ ആണുള്ളതെന്ന് അറിയാം. അപ്പോൾ ഓരോരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഓരോന്നിൻ്റെയും എത്രയൊക്കെയാണ് വരുന്നതെന്നുള്ളത്. അപ്പം 6 വെയിറ്റേജ് ഉള്ളതുകൊണ്ട് ഇതാ നോക്കി, ഹ്യൂമാനിസം കണ്ടില്ലേ 6 വെയിറ്റേജ്. വെയിറ്റേജ് 6 ചാപ്റ്റേഴ്സ് നോക്കുക. മാസ് മൂവ്മെന്റ് ഓഫ് ഫ്രീഡം കണ്ടല്ലോ, ഡെമോക്രസി ആൻഡ് ഇന്ത്യൻ എക്സ്പീരിയൻസ്, പിന്നെ വെതർ ആൻഡ് ക്ലൈമറ്റ്. നെക്സ്റ്റ് ചാപ്റ്റർ ഇതാ നോക്കി, ഇതൊക്കെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ടെങ്കിലും ആ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററിന് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കുക കേട്ടോ. മലയാളത്തിന് വരുവാണെന്നുണ്ടെങ്കിൽ 2 സെക്ഷനെ ഉണ്ട് കേട്ടോ. അതാ നോക്കുക കേട്ടോ. അരങ്ങും പൊരുളും അതിന് വെയിറ്റേജ് 14. പിന്നെ ബാക്കി 2 സെക്ഷനൊക്കെ വെയിറ്റേജ് 13 കേട്ടോ. അപ്പോൾ അത് നോക്കി പഠിക്കുക. പിന്നെ കേരള പാഠാവലിയിലും വരുവാണെന്നുണ്ടെങ്കിൽ ഭാഷപൂത്തും സംസ്കാരം തലത്തുങ്ങൽ ഇതിനൊക്കെ വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കാണുമായിരിക്കും ഡേറ്റാസ് എല്ലാം. അപ്പോൾ അത് നോക്കി വെച്ച് കൃത്യമായിട്ട് വെയിറ്റേജ് നോക്കി എപ്പോഴും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇംഗ്ലീഷിൻ്റെ കൊടുത്തിട്ടുണ്ട്, ഇതാ നോക്കുക കേട്ടോ. ഇംഗ്ലീഷിനെ നോക്കോട്ടെ, ഏതൊക്കെ ചാപ്റ്ററിനാണ് വെയിറ്റേജ് ഉള്ളത് നോക്കി നിങ്ങൾ പഠിക്കുക കേട്ടോ. അടുത്ത് നോക്കാം, ഹിന്ദിയാണ്. ഹിന്ദിയുടെ ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ യൂണിറ്റ് ആണ് ഇതാ നോക്കട്ടെ. 8 ഉണ്ടല്ലേ വെയിറ്റേജ് വന്നിരിക്കുന്ന യൂണിറ്റുകളൊക്കെ കണ്ടല്ലോ. അപ്പം അതിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക കേട്ടോ. 12 ഉണ്ട് വെയിറ്റേജ്. 4ാമത്തെ യൂണിറ്റിന് 12 വെയിറ്റേജ്. അപ്പം അതൊക്കെ പ്രാധാന്യം കൊടുക്കുക. അപ്പം എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ രീതിയിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും നിങ്ങൾ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക, ഫോക്കസ് ചെയ്ത് പഠിക്കുക. ആ ചാപ്റ്ററിൽ നിന്നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാക്സിമം എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടാവോ ആ ക്വസ്റ്റ്യൻസ് എല്ലാം കളക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഒരു ടൈം ടേബിളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. പഠിച്ചിട്ടില്ലാത്ത ചാപ്റ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. വെയിറ്റേജ് ഉള്ളതിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.